ധർമ്മം സത്യത്തിൽ അധിഷ്ഠിതമാണല്ലോ. വലിയ പ്രശ്നമായ ചോദ്യ. ധർമ്മം സത്യത്തിൽ അധിഷ്ഠിതമാണല്ലോ. ആവർത്തിക്കട്ടെ, വലിയ പ്രശ്നകരമായ ചോദ്യമാണ്. കാരണം എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. തിരിച്ച് സത്യം ധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും. കൃഷ്ണ, ഇതാണോ സത്യം? നീ കള്ളം പറയിപ്പിച്ചില്ലേ ധർമ്മപുത്രരെ കൊണ്ട്? കൃഷ്ണ, ഇതാണോ സത്യം? രഥചക്രം പൂണ്ട സമയത്ത് നീ അവനെ കൊല്ലിച്ചില്ലേ? എടേ, നിനക്ക് സത്യത്തെയും ധർമ്മത്തെയും കുറിച്ച് പറയാൻ എന്താ അധികാരമുള്ളത്? ഇപ്പം നിനക്ക് മേലുവേനയാകുമ്പോൾ നിനക്ക് സത്യവും വേണം ധർമ്മവും വേണം, അല്ലാത്തപ്പോൾ ധർമ്മവും വേണ്ട സത്യവും വേണ്ട. നിനക്ക് എന്താ അധികാരം അത് പറയാൻ എന്ന് ഭഗവാൻ ചോദിച്ചു. ഓർമ്മിക്കുക. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ ശക്തികൾ അധികാരത്തിൻ്റെ തണലും സാമ്പത്തിക ബലവും ഉപയോഗിച്ച് ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ അവരെ തറ പറ്റിക്കാൻ ഏതറ്റം വരെയും പോകാമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചു. ശ്രീരാമൻ അത് പഠിപ്പിച്ചിട്ടില്ലേ? ശ്രീരാമൻ രാവണൻ ഒന്ന് ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ പോയി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ ആളാ. കൃഷ്ണനായിരുന്നെങ്കിലോ ആപ്പ തട്ടും, സംശയമില്ല. എന്താ സംശയം? പ്രതിയോഗി ക്ഷീണിച്ചു എന്ന് കണ്ട അപ്പ കൊല്ലും കൃഷ്ണനാണെങ്കിൽ. രാമൻ പറഞ്ഞു, പോയിട്ട് ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് വന്നോളൂ, എന്നിട്ട് ഇളനീരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് നമ്മൾ പറയാ, എന്നിട്ട് നാളെ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അതാ രാമധർമ്മവും കൃഷ്ണധർമ്മമുള്ള വ്യത്യാസം. അപ്പോൾ സത്യത്തിലാണ് ധർമ്മം എന്നൊക്കെ അങ്ങോട്ട് തീർത്ത് പറയാൻ ഒരു വിഷമമുണ്ട്, ആപേക്ഷികമായി ഇതൊക്കെ. അങ്ങനെയെങ്കിൽ, അങ്ങനെയല്ല, അങ്ങനെയെങ്കിൽ സർവ്വസത്യങ്ങളെയും നിഷേധിക്കുന്ന ഒരുവനെ എപ്രകാരം ധർമ്മമാർഗത്തിലേക്ക് അനയിക്കാം? ഈ സർവ്വസത്യങ്ങളെയും നിഷേധിക്കുന്ന ആരും ഉണ്ടാവില്ല. അവൻ പുറമെ നിഷേധിച്ചാലും അവൻ്റെ ഉള്ളിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും, ഉറപ്പാ. ഒന്നുകൂടി പറയാം, പുറമെ അവൻ നിഷേധിച്ചാലും ഉള്ളിൽ അവൻ സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. ആ വ്യക്തിത്വത്തെ ഒന്ന് തൊടാൻ പറ്റിയാൽ മതി, ആ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ മതി. എങ്ങനെയാ കഴിയുക? ഒറ്റ വഴിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയൂ, വേറൊരു വഴിയില്ല. ആർക്കെങ്കിലും വല്ല വഴി അറിയിച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ഉണ്ടോ? ഉണ്ടോ? ഹൃദയത്തെ സ്പർശിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ സ്നേഹമല്ലാതെ? അപ്പം സ്നേഹമാകുന്ന സ്പർശം കൊണ്ട് ആ ഹൃദയത്തെ സ്പർശിച്ചാൽ നമുക്ക് അവനെ കൂടെ കൂട്ടാൻ പറ്റും, ഒരു സംശയമില്ല. കാരണം അസത്യം മാത്രം പുറത്ത് പറയുമ്പോഴും അവൻ്റെ ഉള്ളു നോവുന്നുണ്ടാവും. കാരണം അടിസ്ഥാനപരമായി അവൻ മനുഷ്യനാണ്. അധർമ്മം തന്നെ ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളു നോവുന്നുണ്ടാവും, സംശയമില്ല. സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ മതി. ശ്രീബുദ്ധൻ ഈശ്വരാവതാരമായിരുന്നു ആയി കരുതപ്പെടുന്നു. ആവട്ടെ, വിരോധമൊന്നുമില്ല. എന്നാൽ ശ്രീബുദ്ധൻ ദൈവവിശ്വാസി ആയിരുന്നെന്ന് എങ്ങും പറയുന്നില്ല, അതുമില്ല. എന്താ ശരി? ശ്രീബുദ്ധനെ ശ്രീബുദ്ധനായിട്ട് മനസ്സിലാക്കിയാൽ പോരെ? ഇല്ല, ശ്രീബുദ്ധനെ ശ്രീബുദ്ധനായിട്ട് മനസ്സിലാക്കിയാൽ പോരെ? അതാ നല്ലത്. മറ്റേ പൊല്ലാപ്പ് ശരിക്കും പറഞ്ഞാൽ ജയദേവനാണ് ബുദ്ധനെ ദശാവതാരത്തിൽ കൂട്ടിയത്. ജയദേവൻ്റെ ദശാവതാര കീർത്തനത്തിലാണ് ബുദ്ധൻ അവതാരമാകുന്നത്. അതിനിപ്പോൾ എന്ത് ചെയ്തു എന്നാണെങ്കിൽ ബലരാമനെയായിട്ട് മാറ്റി, പരശുരാമനെ മാറ്റി. പരശുരാമനെ മാറ്റിയിട്ട് എടുത്തു അല്ലേ? ഭൃഗുരാമനെ അല്ലേ മാറ്റിയത്? എന്തായാലും ഒരു രാമനെ മാറ്റി, അത്ര കൂട്ടുക. അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ കിട്ടും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയൂ. ഡാൻസ് കളിക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ദശാവതാര കീർത്തനം വെച്ചിട്ട് ഡാൻസൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും കൊള്ളാം. അതിനുശേഷം അത് വ്യാപിച്ചു. ഇപ്പം നമ്മൾ ബംഗാൾ, ബീഹാർ, ഒരു പരിധി വരെ ഒഡീഷ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധനെ അവതാരമായിട്ടാണ് കൂട്ടുക.
സംശയമുള്ളവർ ഈ ദശാവതാരം രൂപം കൊത്തി വെച്ചത് വാങ്ങാൻ കിട്ടും, അതിൽ ബുദ്ധനുണ്ടാവും അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധനെ ബുദ്ധനായിട്ട് മനസ്സിലാക്കിയാൽ മതി, അവതാരമായിട്ട് കൂട്ടണ്ട. കാണുമ്പോഴത്തേക്ക് ഒരാളെ അവതാരമായി പ്രഖ്യാപിക്കണം എന്തിനാ? ഇനിയിപ്പോൾ ആർക്കെങ്കിലും അവതാരമായിട്ട് കൂട്ടണോ? അതിന് വിരോധമില്ല. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന്. എവിടെ നീ വിശേഷമായ മഹിമ, വിശേഷമായ ഐശ്വര്യയുക്തമായ ഭാവം, വിശേഷമായ ഊർജ്ജസ്വലത കാണുന്നുവോ അവിടെ എൻ്റെ ഭാവം കൂടുതൽ പ്രകടമാണെന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വര വിശ്വാസി ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കേണ്ടതാ. എന്തിനാ ഈശ്വരനെ വിശ്വസിക്കുന്നേ? ഈശ്വര വിശ്വാസം വേണോ? ആയിക്കോട്ടെ, ഒന്നാമത്തെ ഘട്ടത്തിലൊക്കെ ആയിക്കോട്ടെ. മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, ഈശ്വരനെ അറിയുക വേണ്ടത്. ഈശ്വര സാക്ഷാത്കാരത്തിലേക്കാണ് ഉയരേണ്ടത്. ഇത് മൈക്രോഫോണാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണോ ചെയ്യണത്, അറിയുകയാണോ ചെയ്യണത്? ഇതൊരു കടലാസാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല, ഇത് കടലാസാണെന്ന് ഞാൻ അറിയുന്നു. ഇത് രുദ്രാക്ഷമാലയാണെന്ന് ഞാൻ അറിയുന്നു. ഇത് കണ്ണടയാണെന്ന് ഞാൻ അറിയുന്നു. വിശ്വസിക്കുകയല്ല. അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. അത് അന്ധമാണ്. എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ്. അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല. അതുകൊണ്ട് അന്ധവിശ്വാസം എന്നാരും പറയണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധ. ചിന്തിക്കുക. അതുകൊണ്ട് ഈശ്വര ജ്ഞാനത്തിലേക്ക് ഉയരണം. കർത്തവ്യം പാലിക്കുന്നു, തീർച്ചയായിട്ടും അതാ വേണ്ടത്. കർമ്മത്തിന് എന്ത് സ്ഥാനം? അതുതന്നെയല്ലേ കർമ്മം. കർത്താവ് ക്രിയയിലൂടെ ലക്ഷ്യമാക്കുന്നത് തന്നെയാണ് കർമ്മം. ഈ കർത്തവ്യം നമ്മൾ ചെയ്യുമ്പോൾ കർമ്മമാണ് ആചരിക്കപ്പെടുന്നത്. ആ സമയത്തുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ശുദ്ധാണോ? പുണ്യ സംസ്കാരം നമ്മളിൽ വളരും. നമ്മളിൽ അശുദ്ധമാണോ വാസന, സങ്കല്പം? എന്നാൽ അശുദ്ധ സംസ്കാരം വളരും. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ആരാ? നമ്മൾ. എങ്ങനെ? കർമ്മങ്ങളിലൂടെ. അപ്പോൾ കർമ്മങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നവ അവയാണ്. കാലചക്ര പ്രവാഹത്തിൽ പോയി മറിഞ്ഞ സംസ്കാരങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പുനഃ സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ അസ്തമിച്ചു വെച്ചിട്ട് സൂര്യൻ പോയിട്ടൊന്നുമില്ല. ആ സൂര്യൻ തന്നെ നാളെ ഉദിക്കണത്. രാത്രി ഇപ്പോൾ ആരും വിചാരിക്കണില്ല നാളെ ഉദിക്കുന്നു. പക്ഷേ ആ സൂര്യൻ്റെ പിറ്റേന്ന് ഉദിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഇന്ന് പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ വളരെ സജീവമായിട്ട്, സൗത്ത് അമേരിക്കയിലും അതുപോലെ USA പല ഭാഗങ്ങളിലും പ്രാചീന സംസ്കാരങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഓസ്ട്രേലിയയിലും നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ, ചെറിയ നിലയ്ക്ക്. തീർച്ചയായിട്ടും ചില കണ്ണികളെങ്കിലും തിരിച്ചറിയാനും അത് വിളക്കി ചേർക്കപ്പെടാനും ഇടയാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ ഇപ്പോൾ പ്രമാണമൊന്നും വേണ്ടല്ലോ. വിശ്വാസം അന്ധമാണല്ലോ. സമയം ഇത്രയും കൂടി നോക്കിക്കോളൂ കേട്ടോ. കാവുകൾ വെട്ടിമാറ്റി അവിടെ ചിത്രകൂടം സ്ഥാപിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? തെറ്റാണ്. കാവുകൾ നിലനിർത്തി ആ കാവുകൾക്ക് ഒരു ഹാനിയും വരാതെ ചിത്രകൂടം സ്ഥാപിച്ച് പൂജിക്കണം നല്ലതാണ്. കാവിന് ഹാനി വരുത്തി കാവ് പൂജിക്കുക എന്ന് പറഞ്ഞാൽ വിപരീതമല്ലേ അത്? എന്നാൽ പിന്നെ ക്ഷേത്രം പോരെ, കാവ് വേണോ? പലർക്കും ക്ഷേത്രവും കാവുള്ള വ്യത്യാസം അറിയില്ല. എന്താ ചെയ്യുക? ദയവിത് ചെയ്യരുത്.